നിന്നിൽ അലിയാൻ. രചന ഹർഷ ലക്ഷ്മി. അവതരണം സിദ്ധി. അവൾ തിരികെ പോകുന്നതിന് മുന്നേ അവസാനമായി അവനെ ഒന്ന് നോക്കി. അവന്റെ സൗന്ദര്യം ആ കണ്ണുകളിലേക്ക് ഒരു നിമിഷം കൊണ്ട് ആവാഹിക്കപ്പെട്ടു. ഇനി ഒരിക്കലും അവനെ കാണില്ലെന്ന് മനസ്സിലുറപ്പിച്ചു. പിന്നോട്ട് ചിന്തിക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ കാറിലേക്ക് നടന്നുയങ്ങാൻ തുടങ്ങി. കണ്ണുനീർ കവളിലെ ഒഴുകി കാഴ്ചയെ മറച്ചുകൊണ്ടിരുന്നു. എടോ മിന്നു, ഒന്ന് നിന്നേ, അവൻ പിറകിൽ നിന്ന് വിളിച്ചു. കണ്ണുനീർ അവനെ കാണിച്ച് സഹതാപം ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറായില്ലായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവനോട് പറഞ്ഞു, വൈ മനുവേട്ട, നേരം വൈകി. തന്റെ കാർ തൊട്ടുമുന്നിലുണ്ടെങ്കിലും അതിനടുത്തെത്താൻ ഒരുപാട് വർഷമെടുത്ത പോലെ തോന്നിയവൾക്ക്. എന്നാലും അവൾ കാറിലേക്ക് കയറാൻ തുനിയവേ അവൻ അവളുടെ മൃദുവായ കയ്യിൽ ബലമായി പിടുത്തമിട്ടു. തിടുക്കത്തിൽ അവൾ അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം കാണെ അവന്റെ മുഖത്ത് ഞെട്ടലുണവായി. താനെന്തിനാ കരയുന്നേ? പ്ലീസ് ടെൽ മീ മിന്നു. ആശ്വാസം തോന്നുന്നവരെ അവനെ കെട്ടിപ്പിടിച്ച് കരയണമെന്ന് തോന്നിയവൾക്ക്. പക്ഷേ അതിപ്പോൾ അത് സാധ്യമല്ലെന്ന് അവൾക്കറിയാം. എന്തോ ഓർത്തിരുന്നോണം അവൾ അവന്റെ കൈ വിടുവിച്ച് മുഖത്തൊരു പുഞ്ചിരി വീശിക്കൊണ്ട് അവൾ നിന്നു. കാര്യം ചോദ്യത്തിന് താങ്ക്സ് മനുവേട്ട, ഗുഡ് ബൈ. അവൻ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുമ്പേ അവൾ കാറിൽ കയറി രോക്ഷാകുലമായി ഡോർ അടച്ചു. കാറിന്റെ ഗ്ലാസ്സിലൂടെ അവസാനമായി അവനെ ഒന്നുകൂടെ നോക്കി. അവിടെ വരാൻ തോന്നിയ സമയത്തെ അവൾ സ്വയം ശപിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. റിയർവ്യൂ മിററിൽ നിന്ന് നോക്കവേ അവൾ കണ്ടത് പാറു മനുവിന്റെ കൈയിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതാണ്. കണ്ണുനീർ ഒഴുകി കാഴ്ച മങ്ങിയ പോലെ തോന്നിയവൾക്ക് തന്റെ ലോകം അവസാനിച്ച പോലെ തോന്നി. ഇനി ജീവിതത്തിൽ ജീവിച്ചാലും മരിച്ചാലും കാര്യമില്ല. ഇനി ഒരിക്കലും താൻ പഴയതുപോലെ ആകില്ല. അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. മനസ്സ് വല്ലാതെ നീറുന്നു. സുഖപ്പെടുത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നില്ല. എന്റെ പ്രണയം വെറും ചാവേറായിരിക്കുന്നു. ആർക്കും വേണ്ടാത്ത ഒന്ന്. ഇന്ന് മനുവേട്ടനോടുള്ള പ്രണയത്തിൽ അന്ത്യമാണ്. അവൾ ചിന്തിച്ചു. എന്നെ ഒരിക്കലും മനുവേട്ടൻ സ്നേഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവൻ എന്റെ കണ്ണുനീരെ ഓർത്ത് വിഷമിക്കുന്നത്? വെറുമൊരു മര്യാദക്ക് വേണ്ടി മാത്രമാണോ? അവൾ ആലോചിച്ചു. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് മൊബൈൽ റിങ് ചെയ്തു. മനുവാണ്. അവൾ കോളെടുത്തില്ല. അവൻ വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും അവൾ ഫോൺ സൈലന്റ് ആക്കി സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്തു തുടങ്ങി. വീട്ടിലേക്ക് എത്തി അകത്തേക്ക് പോകുമ്പോഴും അച്ഛനും അർജുനും മുന്നിലൊന്നും വന്ന് പെട്ടേക്കല്ലേ എന്നവൾ പ്രാർത്ഥിച്ചു. പക്ഷേ തന്നെ കാത്തുനിന്നത് അമ്മയാണ്. അവൾ അവരെ ഗൗനിക്കാതെ സ്റ്റെപ്പ് കയറിപ്പോയി. വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ പോയി. കരഞ്ഞു ചുവന്ന മൂക്കും വീർത്ത കണ്ണുകളുമായി അവരെ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അമ്മ അവളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി പിറകിൽ ചെന്ന് അവളെ പിടിച്ചു നിർത്തി. അയ്യോ, എന്തു പറ്റി മോളെ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവർ കൈകൊണ്ട് വായ പൊത്തി. അത് കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ഒന്നും പറയാതെ ഒന്ന് അവളുടെ മുതുകിൽ മെല്ലെ വാത്സ്യത്തോടെ തഴുകി. പക്ഷേ തന്നെ കാത്തുനിന്നത് അമ്മയാണ്. അവൾ അവരെ ഗൗനിക്കാതെ സ്റ്റെപ്പ് കയറിപ്പോയി. വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ പോയി. കരഞ്ഞു ചുവന്ന മൂക്കും വീർത്ത കണ്ണുകളുമായി അവരെ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അമ്മ അവളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി പിറകിൽ ചെന്ന് അവളെ പിടിച്ചു നിർത്തി. അയ്യോ, എന്തു പറ്റി മോളെ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവർ കൈകൊണ്ട് വായ പൊത്തി. അത് കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ഒന്നും പറയാതെ ഒന്ന് അവളുടെ മുതുകിൽ മെല്ലെ വാത്സ്യത്തോടെ തഴുകി. കരച്ചിലൊന്നും അടങ്ങിയപ്പോൾ അമ്മ അവളെ സോഫയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. മോൾക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ അമ്മ ഇവിടെ തന്നെ കാണും. എന്തും ഈ അമ്മയോട് പറയാലോ മോൾക്ക്. അവൾ അമ്മയെ നോക്കിയിരുന്നു. നിന്റെ മനസ്സ് വല്ലാതെ നൊന്തിട്ടുണ്ട്. അമ്മയ്ക്കറിയാം. അവ കേട്ട് അവൾക്ക് കണ്ണുനീർ അടക്കാൻ കഴിയാതെ വന്നു. അതെ അമ്മേ, മരിക്കാൻ തോന്നുവാ അമ്മേ എനിക്ക്. ഷേ, എന്താ മോള് നീ പറയുന്നേ? മോൾ ചിന്തിക്കുന്ന പോലെയല്ല. നീ അത്യാവശ്യം ധൈര്യമുള്ളവളായിരുന്നല്ലോ. ഇപ്പോഴെന്താ ഇങ്ങനെ? വേദനകൾ ജീവിതത്തിന്റെ ഭാഗമാണ് മോളെ. മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. എനിക്ക് പറ്റണില്ല അമ്മേ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മോൾക്ക് എന്താ പറ്റിയെന്ന് അമ്മക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്ന നീ ശ്രദ്ധയോടെ കേൾക്ക്. ഒരു മോശപ്പെട്ട റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആവശ്യമില്ല. അതിപ്പോ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിലും. ചില ബന്ധങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുന്ന നല്ലതാ. അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരുന്ന ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അമ്മയുടെ കൈകൾ തന്റെ കൈകളിലേക്ക് മുറുകുന്നവൾ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ ഫോണിൽ കോൾ വന്നു.
കാരണം അമ്മയുടെ ശ്രദ്ധ അതിലേക്കായി. അവിടെയും സംസാര വിഷയം താനാണെന്ന് അവൾക്ക് മനസ്സിലായി. വിളിച്ചു താരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. മനുവിനോടൊപ്പം ചെലവഴിച്ച സമയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്ന് അവൾ ഓരോ നിമിഷവും അറിയുകയായിരുന്നു. കോൾ കട്ടായ ശേഷം അമ്മ നേരെ കിച്ചണിലേക്ക് പോയി. അവളുടെ ഫോൺ നിർത്താതെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ആരാണ് വിളിക്കുന്നത് നോക്കി. മനുവാണ്. അവന്റെ തന്നെ ഒരുപാട് മിസ് കോളുകളും മെസ്സേജുകളും വന്നു കിടപ്പുണ്ട്. ആ ഒരു നിമിഷത്തെ തന്റെ മാനസികാവസ്ഥയിൽ അവൾ കോൾ കട്ട് ചെയ്ത ശേഷം അവനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഫോണിലുള്ള വിവരങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീടുള്ള 2 ദിനങ്ങൾ എങ്ങനെയോ കടന്നുപോയി. ഒന്നിനും താല്പര്യമില്ല, ഉറക്കമില്ല, സംസാരമില്ല, കരച്ചിൽ മാത്രം. ഇതിനിടയിൽ വീട്ടുകാരും അർജുനും ഉൾപ്പെടെ എല്ലാവരും അവളെ ശകാരിച്ചിട്ടുണ്ട് ഇങ്ങനെ മാറിപ്പോയതിൽ. അർജുൻ മനുവുമായി സംസാരിക്കാൻ തീരുമാനിച്ചെങ്കിലും അവൾ അതിനെ എതിർത്തു. മെറിയും മിന്നുവിനെ ഓർത്ത് വിഷമിച്ചു. തന്നെ കാണാൻ മെറി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും മിന്നു അത് വേണ്ടെന്ന് വാശി പിടിച്ചു. വിവേക് തന്റെ അവസ്ഥ അറിയരുതെന്ന് അവൾ മെറിക്ക് മുന്നറിയിപ്പ് നൽകി. 3-ാം ദിവസവും ഇങ്ങനെ തുടർന്നുപോയാൽ വീട് വിട്ടു പോകുമെന്ന അർജുന്റെ ഭീഷണിയിൽ അവൾ നടങ്ങി. അന്നു തന്നെ അച്ഛൻ അവൾക്ക് പുതിയൊരു കാറും സമ്മാനിച്ചു. നേരിയ സന്തോഷം അവളിലേക്ക് കടന്നു വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മാസ്റ്റേഴ്സിനുള്ള ഓൺലൈൻ അഡ്മിഷൻ ഫോം ഫിൽ ചെയ്തതിനിടയിലാണ് അമ്മ അവളുടെ അടുത്തേക്ക് വന്നത്. മെല്ലെ ചെന്ന് അവൾ അരികിലിരുന്നു. കഴിഞ്ഞു മോളെ? അവളുടെ ലാപ്ടോപ്പിലെ സ്ക്രീനിലേക്ക് നോക്കി ചോദിച്ചു. കഴിയാറായി അമ്മ. അമ്മയുടെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് കണ്ട് അവൾ അമ്മയെ നോക്കി. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം പൂർത്തിയാകുന്നതും അമ്മ തലയാട്ടി. ഈ ഞായറാഴ്ച നീ അവനെ പോയി കാണില്ലേ? അത് കേട്ട് മിന്നു പരിഭ്രമത്തോടെ അമ്മയെ നോക്കി. അമ്മ ഇപ്പോഴും അവനെ കാണാൻ തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതിതുവരെ വിട്ടില്ലേ? അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്കറിയാം മോളെ, അവനെ സ്വീകരിക്കാൻ ഞാൻ പറയില്ല, നിർബന്ധിക്കുകയുമില്ല. പക്ഷേ ഞാൻ അവനോട് വാക്ക് കൊടുത്തു പോയില്ലേ? ഒറ്റ തവണ അവനെ പോയെന്ന് കണ്ടൂടെ എനിക്ക് വേണ്ടി? അമ്മയുടെ വാക്കുകൾ കേൾക്കവേ ആ കണ്ണുകൾ വിടർന്നു. ഒടുക്കം അവൾ സമ്മതം മൂളി. ദിവസങ്ങൾ കടന്നുപോയി. ആ ഞായറാഴ്ച വന്നെത്തി. പോകാനുള്ള തയ്യാറെടുപ്പിൽ അവൾ തികച്ചും നിർവികാരമായിരുന്നു. അവൾ ആ കഫേയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടം പൂർണ്ണമായും ശൂന്യമാണ്. റിസപ്ഷനിൽ അന്വേഷിച്ചെങ്കിലും ആരും അവളുടെ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൾ അടുത്തുള്ള കണ്ട മേശയെ ചുറ്റുമുള്ള ചെയറുകളിൽ ഒന്നിലിരുന്നു. വെള്ളത്തിനായി വെയിറ്ററെ നോക്കിയെങ്കിലും പക്ഷെ അങ്ങനെ ആരും തന്നെ അവിടെയില്ല എന്ന് അവൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. സ്ഥലം അതുതന്നെയായിരിക്കുമെന്ന് ഉറപ്പാക്കാനായി അമ്മയെ വിളിച്ചു നോക്കി. സ്ഥലം അതുതന്നെയാണെന്നും ആള് 10 മിനിറ്റുള്ളിൽ വരുമെന്നും അമ്മ അവളെ അറിയിച്ചു. വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് പ്രവേശിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഒരുപക്ഷെ അവനായിരിക്കണം. എങ്കിലും അവൾ മനഃപൂർവ്വം തിരിഞ്ഞു നോക്കിയില്ല. കാലൊച്ചകൾ തനിക്ക് നേരെ അടുത്തു വരുന്ന പോലെ അവൾക്ക് തോന്നി. അവന്റെ ശബ്ദം കേട്ട് അവൾ മെല്ലെ തലയുയർത്തി നോക്കലേ. ആളെ കണ്ടതും അവളുടെ സകല നിയന്ത്രണം നഷ്ടപ്പെട്ടു. തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വന്നൊരതിഥി. അവനെ കണ്ടപ്പോൾ അവൾക്ക് ഒട്ടും ദേഷ്യം തോന്നിയില്ല. അവളൊരു നിമിഷത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പലതും മറന്നുപോയി. അവനെ വെറുക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഈ അവസാന ദിവസങ്ങളിലെല്ലാം അവൻ തന്നെ കാണാൻ ശ്രമിച്ചുവെന്ന് അവളും പ്രതീക്ഷിച്ചിരുന്നു. ഒരു കൊച്ചുകുട്ടി മഴയ്ക്കായി നോക്കിയിരിക്കുന്ന പോലെ ജനലിലൂടെ അവന്റെ വരവിനെ തിരക്കുകയായിരുന്നു. പക്ഷെ അവൻ വന്നില്ല. ഒരു നിമിഷത്തേക്ക് അവനെ കണ്ണിമ വയ്ക്കാതെ നോക്കിയിരുന്നു പോയെങ്കിലും പെട്ടെന്ന് അവൾ എന്തോ ഓർത്തവണ്ണം ചാടി എഴുന്നേറ്റു. പാറുവിനെയും മനുവിനെയും ചേർന്നുള്ള ഓർമ്മകൾ മനസ്സിൽ അനുദിനമില്ലാതെ നുരഞ്ഞു പൊന്തിക്കൊണ്ടിരുന്നു. എനിക്കതിൽ വേദനയോ സന്തോഷമോ തോന്നുന്നുണ്ടോ? അവൾ ഒന്നുകൂടെ ഓർത്തു നോക്കി. അറിയില്ല. സമ്മിശ്രമായ വികാരം ഉള്ളിൽ നിറയെ. മനുവേട്ടൻ എന്താ ഇവിടെ? അവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ അവനാണെങ്കിൽ ആ ചോദ്യം പോലും കേട്ടില്ലെന്നടിച്ച് ഒരു രാജാവിനെ പോലെ ഇരിക്കുന്നു. വാട്ടർ പ്ലീസ്. അവന്റെ കൽപ്പന കേട്ടെന്ന പോലെ എവിടെ നിന്നോ 2 കുപ്പി വെള്ളവുമായി ഒരു വെയിറ്റർ കിടുക്കത്തിൽ അകത്തേക്ക് കയറി വന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഏകദേശം 20 മിനിറ്റോളം നേരമായി മിന്നു അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ സമയം അത്രയും ആരും തന്നെ തനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും തന്നിട്ടില്ല. ഇപ്പോ ഞാൻ ഇവിടെ ഇല്ലെന്ന മട്ടിൽ എല്ലാവരും പെരുമാറുന്നത്. ഞാനിപ്പോ അദൃശ്യാണോ? അവൾ ചുറ്റിലും നടക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാവാതെ കുഴങ്ങി നിന്നു. ദിവസങ്ങളോളം വേദന നിന്ന് ജീവിച്ച് തനിക്ക് മുന്നിൽ വീണ്ടും ആ വേദനയ്ക്ക് കാരണമായവനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നിയില്ല. അങ്ങനെയെങ്കിൽ വിഷ്ണു എവിടെ?
ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്തുകൊണ്ട് അവനെ കാണുന്നില്ല? ഒരു പക്ഷേ അവൻ വന്നില്ലെങ്കിൽ ഉടനെ തന്നെ അവിടം വിട്ട് തിരികെ പോവാൻ അവൾ മനസ്സിലുറപ്പിച്ചു. മനുവിന്റെ കാമുകിയെ വീണ്ടും കൺമുന്നിൽ കാണുന്നതിന് മുന്നേ പോകാൻ തോന്നി അവൾക്ക്. പക്ഷേ അവളെ അന്വേഷിക്കാനായി മിന്നു ചുറ്റും നോക്കി. ചുറ്റുപാടും അരിച്ചു പറക്കി നോക്കിയെങ്കിലും അവളെ അവിടെ കാണാഞ്ഞത് മിന്നുവിന്റെ ആശ്വാസമേകി. എന്നാലും ഈ മനുഷ്യൻ ഇവിടെ എന്ത് കാട്ടാൻ വന്നിരിക്കുകയാണോ എന്തോ, അതും ഇത്ര കൃത്യമായി ഞാൻ വിഷ്ണുവിനെ കാണാൻ പോകുന്ന അതേ സ്ഥലത്ത്, അവൾ ഓർത്തു. അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ അവന്റെ മുന്നിലിരുന്ന ചെയറിൽ പോയി ഇരിപ്പുറപ്പിച്ചു. കാര്യം അറിയണമല്ലോ. തന്റെ ചോദ്യം കേട്ടിട്ടും അവന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഇല്ലെന്ന് അവൾക്ക് നിരാശയേകി. പക്ഷേ അവൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അവൻ തന്നെ ആദ്യം തുടങ്ങി. മിന്നു, എനിക്ക് അത് തന്നെ നിന്നോടും ചോദിക്കാനുള്ളത്. ഇത്രയും ക്യൂട്ടായി ഒരുങ്ങി ഇവിടെ വരണമെങ്കിൽ നീ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേകത കാണും? മുഖത്തൊരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവനോട് സംസാരിക്കുന്നതിന്റെ ഉത്സാഹം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അവൻ തന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വേണ്ടില്ല, കഴിയുന്നിടത്തോളം അവന്റെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങൾ ആസ്വദിക്കാൻ മാത്രമേ അവളും ആഗ്രഹിക്കുന്നുള്ളൂ. ഈയിടെയായി അവന്റെ ശ്രദ്ധയിൽപ്പെടാൻ അവൾ എത്രമാത്രം കൊതിച്ചിരുന്നുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും അവനോട് വലിയ താല്പര്യമില്ലെന്ന പോലെ സംസാരിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. അവളുടെ മറുപടി കേട്ട് അവൻ ധരിക്കുന്ന സൺഗ്ലാസ് അഴിച്ചു മാറ്റി. അതോടൊപ്പം അവന്റെ തവിട്ട് നിറമുള്ള മനോഹരമായ കണ്ണുകൾ വിടരുന്ന അവൾ കണ്ടു. എന്താ നീ പറഞ്ഞത്? ആരെ കാണാൻ വന്നത്? അതൊരു പയ്യനെ. അവന്റെ മുഖം നോക്കാതെ തന്നെ മറുപടി കൊടുത്തു. എങ്കിൽ അവനോട് ഭാഗ്യവാനായിരിക്കണം അല്ലെടി, അവൻ തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. അവന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. അവനെ അല്ലാതെ മറ്റൊരുവനെ ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് അവൾ ഓർത്തു. അസൂയ കൊണ്ടാണോ അതോ ഇഷ്ടം കൊണ്ടാണോ അവൻ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പക്ഷേ എന്തിന്? അവൻ ഒരിക്കലും തന്നെ പ്രണയിച്ചു കാണില്ല. അങ്ങനെയെങ്കിൽ ഇഷ്ടം കൊണ്ടാവില്ല. പിന്നെ അസൂയ വരുമ്പോ ആരും ഇങ്ങനെ ഒരു ലാഘവത്തോടെ സംസാരിക്കില്ലല്ലോ. തന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ അവന് മുന്നിൽ കാണിക്കാൻ അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് അല്പം ജാടയിട്ട് തന്നെ അവൾ അവന് മുന്നിലിരുന്നു. ഓ, വരുന്നവൻ ഭാഗ്യവാനോ അല്ലയോ, അതിനിപ്പോ നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങൾ എന്തിനു വേണ്ടിയാ വന്നതെന്ന് എനിക്കറിയില്ല. എനിക്കത് അറിയുകയും വേണ്ട. ഞാൻ നിങ്ങളോട് പരിചയം പുതുക്കാൻ വന്നതല്ല. നമ്മൾ രണ്ടുപേര് മാത്രമേ ഇവിടെ കസ്റ്റമറായിട്ട് കണ്ടുള്ളൂ, കാര്യം അന്വേഷിച്ചെന്നുള്ളൂ. എനിക്ക് വിഷ്ണുവിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കാര്യമാണല്ലോ, അവൾ നിയന്ത്രണം വിട്ട് പറഞ്ഞു. ആഹാ, അവന്റെ പേര് വിഷ്ണു എന്നാണോ? നന്നായിട്ടുണ്ട്. പക്ഷെ സോറി മിന്നു, കാരണം ഇന്ന് ഈ സ്ഥലം ഞാൻ എനിക്ക് മാത്രമായി ബുക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച മറ്റെല്ലാ പരിപാടികളും റദ്ദാക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞു പോയല്ലോ. ഇന്നലെ തന്നെ നിനക്ക് മെസ്സേജ് വന്നു കാണുമെന്നാ ഞാൻ കരുതിയത്, അവൻ പ്രത്യേകിച്ച് യാതൊരുവിധ മുഖഭാവങ്ങളും കൂടാതെ പറഞ്ഞു. മെസ്സേജോ? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് തിരക്കാൻ 2 തവണ ഫോൺ പരിശോധിച്ചെങ്കിലും അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഞാൻ ഇവിടെ വന്നത് വെറുതെ എന്നാണോ? അപ്പോ വിഷ്ണു വരില്ലല്ലോ. താങ്ക്സ് ഗോഡ്, അവൾ ആലോചിച്ചുകൊണ്ട് ആശ്വാസമെന്നോണം വികൃതമായി പുഞ്ചിരിച്ചു. അവൻ പറഞ്ഞതിൽ വിശ്വാസം വരാതെ മിന്നു അമ്മയെ വിളിച്ചു നോക്കി. പക്ഷെ അമ്മ കോൾ എടുത്തില്ല. മനു അപ്പോഴും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ നിരീക്ഷിക്കുകയാണ്. അതവനെ കൂടുതൽ സുന്ദരനാക്കുന്നതായി അവൾക്ക് തോന്നി. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അവനെ പോകുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുമെന്ന് മിന്നു മനസ്സുവല്ലാതെ ആഗ്രഹിച്ചു. എടോ, എന്നോട് താൻ ചോദിക്കുന്നില്ലേ ഞാനെന്തിനാ ഈ സ്ഥലം ബുക്ക് ചെയ്തെന്ന്? അവൻ കൗതുകത്തോടെ ചോദിച്ചു. ഒരു കണക്കിന് അവളും അതറിയാൻ ആഗ്രഹിച്ചിരുന്നു. അവൾക്കിപ്പോഴും അവനിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നതാണ് വാസ്തുത. അവനെ കാണുമ്പോൾ തന്നെ ഹൃദയം പിടയ്ക്കുന്ന പോലെ തോന്നിയിരുന്നു. അവൾക്ക് ശരീരകോശങ്ങളെല്ലാം ഗാഠനിദ്രയിൽ നിന്ന് എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതുപോലെയാണ്. ഒരുപാട് ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളല്ലേ, അങ്ങനെ വല്ലതുമായിരിക്കും. അത് കേട്ട് അവൻ കൗശലത്തോടെ ചിരിച്ചു. ഇല്ല, നിനക്ക് തെറ്റിപ്പോയി. ഇന്ന് സൺഡേ അല്ലേ, ഹോളിഡേയ്സിൽ ഞാൻ ബിസിനസ് മീറ്റ് നടത്താറില്ല. ഹോ, എങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കും. അവന്റെ ജന്മദിനം പോലും എനിക്കറിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾ തന്റെ ഒരു ഊഹം അവനോട് പറഞ്ഞു. ഏയ്, അതൊന്നുമല്ല. ശരി, പിന്നെന്തിനാ വന്നത്? വേഗം പറഞ്ഞ എനിക്ക് പോകാമായിരുന്നു. നാണിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. അത് പിന്നെ ഞാനിന്ന് എന്റെ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാ, അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾക്കതൊരു ഞെട്ടലുണ്ടാക്കിയത്. ശ്വാസം പോലും അവൾക്ക് ഭാരമായി തോന്നുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയാണോ
എന്നെ ഇങ്ങനെ സാക്ഷിയായി അവശേഷിപ്പിച്ചത്? അവൾ ചിന്തിച്ചു. ഹോ, കൊള്ളാം, എന്തായാലും കൺഗ്രാസ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. ഏയ്, നിനക്ക് എന്റെ പെണ്ണാരാണെന്ന് അറിയണ്ടേ? അവൻ നിഷ്കളങ്കമായി തന്നെ മിന്നുയോട് ചോദിച്ചു. അവൻ എന്നെ കളിയാക്കുകയാണോ? എന്തു തന്നെ ആയാലും എന്റെ ബലഹീനത ഞാൻ പ്രകടിപ്പിക്കില്ല, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ കപടമായൊരു പുഞ്ചിരി അവന് സമ്മാനിച്ചു. ആ ചിരിയിലും ഹൃദയം ചോർന്നൊലിക്കുന്ന പോലെ അവൾക്ക് തോന്നിപ്പോയി. പാറു തന്നെയായിരിക്കും ആ പെണ്ണ്. അവൾ വിഷമം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ ആയാലും യാഥാർത്ഥ്യം അംഗീകരിക്കണമല്ലോ, അവൾ സ്വയം പിറുപിറുത്തു. പക്ഷെ അവളെ അതിശയപ്പെടുത്തിക്കൊണ്ട് മനു ഉറക്കെ ചിരിച്ചു. ഓ പാറുവോ? അതെ, അവൾ അങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. പക്ഷെ എന്റെ മിന്നു, അവൾ എന്റെ പെണ്ണല്ല, ഒരിക്കലും ആവാനും പോകുന്നില്ല. അവളുടെ ഇഷ്ടത്തെ ഒരിക്കലും അവൾ തന്നെ കണ്ടെത്തും. അവന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൾ സന്തോഷിച്ചു പോയി. അവളിൽ ഒരു ചെറു പ്രതീക്ഷ ബാക്കിയുള്ളതായി തോന്നി. പിന്നെ ആരാ ആ പെണ്ണ്? നിനക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല? ഇല്ല മനുവേട്ട, എനിക്കറിയില്ല, അവൾ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു. താനായിരിക്കണമേ ആ പെണ്ണെന്ന് അവളുടെ മനസ്സ് 100 തവണ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അറിയാനുള്ള ആകാംക്ഷയിൽ മിന്നു അവന്റെ എതിർവശത്തിരുന്നു. നീ എന്റെ ഫ്രണ്ടല്ലേ? അതെയല്ലോ. എങ്കിൽ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ഒരു ക്ലൂ തരാം. നീ കണ്ടുപിടിക്കുക ആരാണെന്ന്. അവളുടെ പേര് നീ ഊഹിച്ചു പറയണം. അവന്റെ വാക്കുകൾ ഓരോന്നായി കേൾക്കുമ്പോഴും അവളുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടെന്ന് വ്യക്തം. താനല്ല ആ കുട്ടിയെന്ന് അതോടെ അവൾക്ക് മനസ്സിലായി. എല്ലാം അലോസരമായി തോന്നിയായി. അവൾ ഒന്നും പറയാതെ വാതിലിനടുത്തേക്ക് ഓടി. പക്ഷെ മനു അവളെ പിന്തുടർന്ന് കൈപിടിച്ച് നിർത്തി. ഏയ്, എന്താടോ? നിന്നോട് അധികം ഹീലുള്ള ചെരുപ്പുകളൊന്നും ഇടലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഓക്കെ, പക്ഷെ ഈ അനുസരണക്കേളിൽ നീ എനിക്ക് കമ്പനി തന്നെ മതിയാകൂ. അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ എന്നോട് കൽപ്പിക്കാൻ? എന്നെ വെറുതെ വിട്ടേക്ക്. പക്ഷെ അവൻ ആള് വേറെയാ. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശാഠ്യമുള്ള ആളാണ്. എന്റെ പെണ്ണ് സുന്ദരിയും മിടുക്കിയും അതുപോലെ ബുദ്ധിമതിയുമാണ്. അങ്ങനെ ഒരുപാട് പേര് കാണില്ലേ? ഇതിൽ നിന്ന് ഞാനെങ്ങനെ പേര് കണ്ടെത്താനാണ്? ഓക്കെ, എങ്കിൽ അടുത്ത ക്ലൂ തരാം. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരെയും പെട്ടെന്ന് തന്നെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. അതും തന്നോട് ബന്ധപ്പെട്ടിരിക്കുമെന്ന് കരുതി അവൾ ആശ്വസിച്ച്. അറിയില്ല മനുവേട്ട, ഇതൊക്കെ വളരെ സാധാരണ കാര്യങ്ങളാണ്. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല അല്ലേ മിന്നു? എങ്കിൽ ഞാൻ പോവാണ്. നിങ്ങൾ കൂടിക്കാഴ്ച മുടങ്ങണ്ട. ഏയ് പോവല്ലേ, അടുത്ത ക്ലൂ തരാം. അവൾക്ക് ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ഞെട്ടലോടെ അവൾ അവനിലേക്ക് മുഖം തിരിച്ചു. അവൻ അവളുടെ പ്രതികരണം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. എന്ത്? അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്നിട്ടും മനസ്സിലായില്ലേ നിനക്ക്? അവൾക്ക് ചുണ്ടുകളേക്കാൾ മനോഹരം കണ്ണുകളാണ്. അവളുടെ മനസ്സ് വായിക്കാൻ ആ കണ്ണുകൾ തന്നെ ധാരാളമാണ്, അവൻ പ്രണയാതുരമായി പറഞ്ഞു. സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.